ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും അടുത്തും അകലെയുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം അതിൻ്റെ ആദ്യ ഭാഗം. യേശു അവളോട്, മറിയേ, നീ കരയുന്നത് എന്ത്? ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് യേശുവിനെ കല്ലറയിൽ അടക്കി. ഹല്ലേലൂയ. ആ അടക്കം ചെയ്ത കല്ലറയ്ക്കൽ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ അന്വേഷിച്ച് ചെന്നിട്ട് അവൾ കല്ലറയ്ക്കൽ നിന്ന് കരയുന്ന ആ സമയത്ത് യേശു അവൾക്ക് പ്രത്യക്ഷമാകുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ യേശു അവളോട് ചോദിച്ചതാണ്, മറിയെ, നീ കരയുന്നത് എന്തെന്നുള്ളത്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൽ അനവധി ആളുകൾ മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു നാഥനില്ലാതെ, ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, അതേപോലെ തന്നെ മറ്റ് ഇതരമായ വിവിധ വിഷയങ്ങളെ കരയുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 മണിക്ക് ഞാൻ ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചു. ആ സഹോദരി വളരെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ആ സഹോദരി ജീവിതത്തിൻ്റെ വിഷയങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, എന്തിനാണ് പാസ്റ്റർ ജീവിക്കുന്നത്? ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥതയില്ല, എന്നാണ് എനിക്ക് ജീവിതം കിട്ടുന്നത്. എൻ്റെ വയസ്സ് ഇപ്പോൾ ഏകദേശം 60-ഓളമായി. നിരാശകൾ മാത്രമാണ്, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കരയുന്ന ആ ഒരു സഹോദരിയെ കാണുവാനിടയായി. അപ്പോൾ ഞാൻ ഈ മറിയയുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വചനങ്ങൾ നൽകി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരെ ഒരുവിധം സ്വാധീനിപ്പിച്ച് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയാണ്. അദ്ദേഹം അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട് ഭവനത്തിലേക്ക് വരുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ അതിൻ്റെ നടുവിൽ ആ സഹോദരി എന്തുമാത്രം വീർപ്പ് മുട്ടുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതേപോലെ എത്ര കുടുംബങ്ങളാണ് പ്രിയരെ ഇതേ വിധത്തിൽ കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ കരയുന്നത്. അങ്ങനെ കരയുന്ന അനവധി ആളുകളോട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, മഗ്ദലക്കാരത്തി മറിയോട് യേശു ചോദിച്ചതുപോലെ നീ കരയുന്നത് എന്ത് എന്ന് കർത്താവ് ഇന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾക്ക്, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് എന്താണ്? അവളുടെ രക്ഷകരായിരിക്കുന്ന യേശുവിനെ വേണം. ആ യേശുവിനെ കിട്ടുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇന്ന് വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം തകർന്ന് കണ്ണുനീരോടെ കടന്നു പോകുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നീ ഭാരപ്പെടുന്ന വിഷയം ഏതായിരുന്നാലും നിൻ്റെ രക്ഷകനായിരിക്കുന്ന, അഥവാ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി നമുക്ക് അവസാന തുള്ളി രക്തം വരെ തന്ന് നമ്മെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, അവൻ മരിച്ച കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല, കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന കർത്താവിനോട് നിൻ്റെ കരയുന്ന ആ കരച്ചിൽ, ആ കണ്ണുനീര് നീ യേശുവിനോട് പറയുകയാണെങ്കിൽ ഇന്നു പകൽ മഗ്ദലക്കാരത്തി മറിയെ ആശ്വസിപ്പിച്ച ഒരു ദൈവം നിന്നെയും ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. സ്ത്രീയെ എന്തുകൊണ്ട് കരയുന്നു എന്ന് കർത്താവിൻ്റെ ചോദ്യം മഗ്ദലക്കാരത്തി മറിയുടെ ഹൃദയത്തെ എത്രത്തോളം സന്തോഷിപ്പിച്ചു എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൾക്ക് ജീവിതത്തിൽ ആശ്വാസം നൽകി. നിങ്ങൾക്കറിയാവോ, അവൾ റബി എന്ന് യേശുവിനെ വിളിച്ചപ്പോൾ, യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ കരച്ചിലെല്ലാം ഒരു പരിഹാരമായി മാറി. അത് ഇന്ന് പകൽ നിൻ്റെ രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നീ ഒന്ന് കാണുവാൻ, കേൾക്കുവാൻ, അവനെ ഹൃദയം തുറന്ന് വിളിക്കുവാൻ നീ തയ്യാറായാൽ രക്ഷകൻ നിന്നെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല. ഹല്ലേലൂയ. നിൻ്റെ വിഷയങ്ങൾക്കൊരു മറുപടി ദൈവം നൽകും. ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിലുള്ള അനവധി കുടുംബങ്ങളെ പരിശോധിച്ച് നോക്കിയാട്ടെ, എല്ലാ കുടുംബങ്ങളും കരച്ചിലിൻ്റെ നടുവിലാണ്, കണ്ണുനീരിൻ്റെ നടുവിലാണ്, വിവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നവരാണ്. അതിന് നടുവിൽ യേശു നിന്നോട് ചോദിക്കുകയാണ്, സ്ത്രീയേ, നീ കരയുന്നതെന്ത്? നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിലെത്തി, നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ കരയുന്ന നിനക്കൊരു മറുപടി നൽകുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് കരയുന്നു എന്ന് ചോദിച്ച കർത്താവ് തൻ്റെ മുഖദർശനം അവൾക്ക് ക്രമമായി നൽകി. കല്ലറയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ ഹൃദയം നിമിഷ നേരം കൊണ്ട് തുള്ളിച്ചാടി. ഹല്ലേലൂയ. അതേ മഗ്ദലക്കാരത്തി മറിയ യേശു ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ കരഞ്ഞു കലങ്ങിയ മുഖത്ത് ആ കരച്ചിലിൻ്റെ അനുഭവം മാറി. ഇപ്പോൾ ആ മുഖത്ത് സന്തോഷം വന്നു.
അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹല്ലേലൂയ. അതെ, അവളുടെ ഹൃദയ നിമിഷത്തേരം കൊണ്ട് തുള്ളിച്ചാടി. ജീവനോടെ ഇരിക്കുന്ന തൻ്റെ രക്ഷകനെ മുഖാമുഖമായി കണ്ടപ്പോൾ അവളുടെ സകല കണ്ണുനീരും മാറിപ്പോയി കേട്ടോ. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആമീൻ, ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശുവിനെ ആമീൻ മഗ്ദലക്കാരത്തി മറിയ മുഖാമുഖം കണ്ടതുപോലെ നീ അവനെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ സകല കണ്ണുനീരും മാറിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് കരഞ്ഞു കലങ്ങി നീ മനസ്സ് തകർന്ന് ആമേൻ്റെ ജീവിതം നീ തകർത്ത് കളയാതെ, നിൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നൽകുന്നവനുണ്ട്, രക്ഷ നൽകുന്നവനുണ്ട്, നിൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിലേക്ക് വരണം. സത്യവേദ പുസ്തകം പറയുന്ന കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കുമെന്ന, ഇനി മരണമില്ല, ദുഃഖമില്ല, നിലവിളിയുമില്ല, പഴയതെല്ലാം ഇല്ലാതെ പോകുമെന്ന് വെളിപ്പാട് പുസ്തകം 21:4 കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമി ഹിസ്കിയാ രാജാവ് ഒരിക്കൽ കരഞ്ഞ് നിലവിളിച്ചു. അവൻ മരണത്തിന് അടുക്കലെത്തി. ദൈവം ഇനിയും ചില വർഷങ്ങൾ ജീവിക്കുവാൻ എനിക്ക് തരികയില്ല എന്നോർത്ത് അവൻ നിലവിളിച്ച. ഹല്ലേലൂയ. അവൻ ചുമരിനോട് മുഖം ചേർത്ത് വെച്ച് നിലവിളിച്ച നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ദൈവം എന്ത് യെശയ്യാ പ്രവാചകനെ അവൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആമി യെശയ്യാവ് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, നിൻ്റെ ആയുസ്സിന് 15 സംവത്സരം നിനക്ക് കൂട്ടിത്തരുമെന്ന്. അതേ, കരഞ്ഞു കലങ്ങിയുമായി കണ്ണുനീരുമായിരുന്ന ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ആ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവിൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വന്നു. ഹല്ലേലൂയ. അതേ പ്രിയ സ്നേഹിതരെ, ഇതുപോലെ കരയുന്ന അനവധി ആളുകളെ ആശ്വസിപ്പിക്കുവാൻ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായി ആമീൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യഹോവയുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടത് കാണാൻ കഴിയും. അതേ, ഹിസ്കിയാവിൻ്റെ ആയുസ്സിൻ്റെ 15 സംവത്സരം കൂടെ കൂട്ടിക്കൊടുത്ത ദൈവം. ആമീൻ, നീ ഏതെല്ലാം മാരകമായ രോഗത്താൽ കടന്നു പോകുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമാണോ? ആമീൻ, കരഞ്ഞു കലകിയ കണ്ണുമായി കിടക്കൽ എഴുന്നേൽപ്പാൻ കഴിയാതെ നീ ഭാരപ്പെടുകയാണോ? അതെ, ഇന്ന് പകൽ നിൻ്റെ കരച്ചിൻ്റെ ശബ്ദം കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഹിസ്കിയാവിന് സൗഖ്യം കൊടുത്തൊരു ദൈവമുണ്ട്. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു നിനക്കൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീർ ആമേ കർത്താവിൻ്റെ ഹൃദയത്തെ അലിയിക്കുന്നതാണ്. അതേ, നീ ഹൃദയം നൊന്ത് കരയുന്ന കരച്ചിൽ, നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവിൻ്റെ ഹൃദയത്തെ അലിയിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് അവഗണിച്ചൊരിക്കലും കർത്താവ് നിങ്ങളെ കടന്നു പോകുന്നവനല്ല. നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് അവൻ മാറി പോകുന്നവനല്ല. നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് അവൻ കണ്ണടച്ച് പോകുന്നവനല്ല. ആമീൻ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് മതത്തിൻ്റെതായ ആഹാരം കൊടുക്കുന്നവൻ. ആമീൻ, കരയുന്ന നിൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസന. ഒരു ഭവനമില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ഒരു തലമുറയ്ക്ക് വേണ്ടി നീ ഭാരപ്പെടുകയാണോ? കടക്കണിയിൽ നീ ഭാരപ്പെടുകയാണോ? ജോലിയില്ലാതെ നീ ഭാരപ്പെടുകയാണോ? കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നീ ഭാരപ്പെടുകയാണോ? ഏത് വിഷയത്തിൻ്റെ നിലയിലാണ് നീ കരയുന്നത് എങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ, ആമീൻ, മറിയയ്ക്ക് വെളിപ്പെട്ട മറിയുടെ ജീവിതത്തിൽ സന്തോഷം കൊടുത്ത ആ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കരയുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന ആശ്വാസദായകനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഉയരത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത് കൊണ്ട് നിൻ്റെ കരച്ചിലെ ശബ്ദം അവൻ കേൾക്കും. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് മാറിപ്പോകുന്നതല്ല. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ആമീൻ ഒരുപാട് കണ്ണുനീർ വാർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആമീൻ മാർത്തയും മറിയയും കരയുന്നത് കണ്ട് അവൻ കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. ആമീൻ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സഹോദരൻ മരിച്ചുപോയി. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്തിരിക്കുന്ന ആ ലാസറിനെ കുറിച്ച് മാർത്തയും മറിയയും കരഞ്ഞപ്പോൾ അവരോടൊപ്പം കണ്ണുനീർ മാർത്ത് ആമീൻ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ പുറത്തു കൊടുക്കുവാൻ ആമീൻ ഹല്ലേലൂയ രക്ഷകനായിരിക്കുന്ന കർത്താവിന് കരഞ്ഞു കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിൻ്റെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരാൻ പോവുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ആമീൻ, നിൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വചനം പറഞ്ഞ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരൊക്കെയും തുടയ്ക്കും. തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിലും ആമീൻ നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:8 വായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ടുന്ന മഗ്ദലക്കാരത്തി മറിയുടെ കരച്ചിൽ മാറ്റി അവൾക്ക് ആശ്വാസവും സന്തോഷവും കൊടുത്ത ദൈവമേ, ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ ഹിസ്കിയാവിൻ്റെ രോഗത്തിന് സൗഖ്യം കൊടുത്ത ദൈവമേ, ഇന്നുപോലെ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീരും മാറ്റിയ ദൈവമേ, കരഞ്ഞു കലകിയ കണ്ണുനീരുമായിരിക്കുന്ന സകല ജീവിതങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.